നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് 2 സിനിമകളുടെ റിവ്യൂ ആണ്. ഒന്നൊരു തെലുങ്ക് സിനിമയാണ് 'ഹിറ്റ് 3' എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ 'റെട്രോ' എന്ന് പറഞ്ഞ തമിഴ് സിനിമയാണ്. ഇത് രണ്ടും ഞാൻ വളരെ നേരത്തെ കണ്ടാണ്, റിവ്യൂ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ട് വൈകിയതാണ്. ഈ 2 സിനിമയും ഞാൻ കണ്ടത് സുളൂർപേട്ടയിലെ ഇതിലെ ഏറ്റവും വലിയ സ്ക്രീനായ പറയപ്പെടുന്ന എപ്പിക് സ്ക്രീൻ എന്നാണ്. ഇതിൽ 'ഹിറ്റ് 3' ആണ് ഞാൻ ആ വലിയ സ്ക്രീൻ കണ്ടത്. 'റെട്രോ' അവിടുത്തെ ചെറിയ സ്ക്രീൻ എന്നാണ് കണ്ടത്. അവിടുത്തെ എല്ലാ തിയേറ്ററും 4K അറ്റ്മോസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യം 'ഹിറ്റ് 3'നെ കുറിച്ച് പറയാം. 'ഹിറ്റ് 3' ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു വയലൻ്റ് ആക്ഷൻ മൂവി ആയിട്ട് കാണാം. ഇത് ഒരു ഭയങ്കര ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന രീതിയിലേക്കാണ് കാണിച്ചെങ്കിലും വളരെ ഒരു മണ്ടൻ സിനിമയാണത്. ഐ മീൻ ആ രീതി ചിന്തിക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ചില സീനുകളൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ ചിരി വരും, ഇവരെന്താണ് ഇത്രയും കാണിക്കുന്നതെന്നുള്ളത്. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റിയ സിനിമയല്ല. പക്ഷേ ഹിറ്റ് 2ഉം ഹിറ്റ് 1ഉം അത്യാവശ്യം ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉള്ള സിനിമയാണ്. ഇതിനകത്ത് അതൊന്നുമില്ല. ആക്ഷൻ ഭയങ്കര നന്നായിരുന്നു. നാനി ആക്ച്വലി ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിലത്തെ ആക്ഷൻ സീക്വൻസുകൾ ഞാൻ ഓൾറെഡി പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കോർ ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ സൗണ്ട് മിക്സ് കിടിലനാണ്, അടിപൊളിയായിരുന്നു. അറ്റ്മോസ് മിക്സ് 5.1 ആണെങ്കിൽ പോലും അടിപൊളി. 5.1 അറ്റ്മോസ് ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര നല്ല സൗണ്ട് മിക്സ് ആയിരുന്നു ഇതിൻ്റെ. ഞാൻ ആ തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ അറ്റ്മോസ് മിക്സ് ആയിരുന്നു. പിന്നെ ഇതിൽ ശ്രീനിധി വരുന്ന എല്ലാ സീൻസും കട്ട ക്രിഞ്ചായിരുന്നു. പുള്ളിക്കാരത്തി വരുമ്പോൾ ഓരോ സീൻ നമ്മുടെ സീറ്റിലിരുന്ന് എന്ന് പറഞ്ഞ് ഒന്ന് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അത്രയ്ക്കും മോശമായിരുന്നു പുള്ളിക്കാരുടെ സീനുകൾ. ജസ്റ്റ് ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു വട്ടം കാണാതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമക്കകത്തൊന്നുമില്ല. ഭയങ്കര മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ബട്ട് ജസ്റ്റ് എ വൺ ടൈം വാച്ച്. ഇനി രണ്ടാമതുള്ളത് 'റെട്രോ' സിനിമയാണ്. അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്ന സിനിമയാണത്. കാരണം കാർത്തിക് സുബ്ബരാജ്, സൂര്യ വരുന്ന സിനിമയാണ്. ട്രെയിലറിനൊക്കെ അത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ച് മോശം റിവ്യൂസൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. കാരണം ഞാൻ ഈ സിനിമ ഒന്നും ഫസ്റ്റ് ഡേ അല്ല കണ്ടത്, ഞാൻ ഒരുപാട് വൈകിയ കണ്ടത്. കാരണം ഞാൻ ഈ തിയേറ്ററിൽ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കണ്ടാൽ മതി ഡിസൈഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് വൈകിയ കണ്ടത്. ഈ സിനിമയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജീണും കൂടി മാഷപ്പ് ചെയ്ത് പുള്ളി എന്തോ കാണിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇതൊരു വെറൈറ്റി പരിപാടിയാണെന്ന് വെച്ചാൽ ആയിരുന്നു. പക്ഷേ സംഭവം കംപ്ലീറ്റ് പാളിപ്പോയൊരു സിനിമയാണത്. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് മ്യൂസിക്കാണ്. മ്യൂസിക് കിടിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ്സ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ സൂര്യ കിടിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കാർത്തിക് സുബ്രാജ് ഈ സിനിമയിൽ വേസ്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ജീനർ ഷിഫ്റ്റുകളിൽ മാത്രം പ്രശ്നമല്ല, പുള്ളിയുടെ തന്നെ സിനിമകൾ കുറേ മിക്സ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു ഈ സിനിമ കാണുമ്പോൾ. ഒന്നും സിങ്ക് ആയില്ല എന്നുള്ളതാണ് സത്യം. പുള്ളി മിക്സ് ചെയ്യുന്നത് തെറ്റാണ് ശരിയാണെന്നൊക്കെ ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നും സിങ്ക് ആയില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ പ്രശ്നം. പിന്നെ രണ്ടാമത്, ഈ സിനിമയുടെ സൗണ്ട് മിക്സ് എഗെയിൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല അറ്റ്മോസ് മിക്സ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ആയിരുന്നു. നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സറൗണ്ട് ആണെങ്കിലും മിക്സ് ഇതാണെങ്കിലും അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ആ തിയേറ്ററിൽ നന്നായിട്ട് കാക്കാൻ പറ്റി. അത് ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ബേസിക്കലി ജോജു ജോർജിൻ്റെയും സൂര്യയുടെ റിലേഷൻഷിപ്പും സൂര്യയുടെയും പൂജ ഹെഗ്ഡെ റിലേഷനും, ഈ ഒരു 3 വേ, ഈ 2 റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള ഒരു ക്ലാഷിൻ്റെ ഇത് മാത്രമായിട്ട് പോയിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി കുറേയൊക്കെ രസമായിരുന്നു കണ്ടിരിക്കാൻ. സത്യം ഞാൻ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അപ്പം ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടും എനിക്ക് ആ പറയുന്ന അത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് അത്ര അപരാധമായതുകൊണ്ടാണ് കണ്ടിരിക്കാനേ പറ്റില്ല. എന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കും മോശമായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കൊണ്ട് കാർത്തിക് സുബ്രാജിൻ്റെ ഏറ്റവും മോശം സിനിമയാണത്. അതിന് ഒരു കോമ്പറ്റീഷൻ പോലും ഇല്ല. അത്രയ്ക്കും മോശം സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ. എനിക്കറിയില്ല ജയറാമൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ റോളുകളൊക്കെ പോയി ചെയ്യുന്നത്. പുള്ളി ലാസ്റ്റ് മലയാളത്തിൽ ചെയ്ത സിനിമ ഹിറ്റല്ലേ, എൻ്റെ ഓർമ്മ കറക്റ്റാണ് ഹിറ്റാണ്. പിന്നെ പുള്ളി എന്തിനാണ് ഇതൊക്കെ പോയി ഈ വേറെ ലാംഗ്വേജിൽ ഇപ്പോൾ ഇതുപോലത്തെ റോളുകളൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. പെർഫോമൻസ് നേരത്തെ സൂര്യ അടിപൊളിയാണ്. എൻ്റെ ഇതിൽ സൂര്യ സൂപ്പറാണ്. ബാക്കിയുള്ളൊരു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര അടിപൊളിയെന്ന് പറയാമെന്നില്ല. ജോജു ജോർജ് സാധാരണ വരുന്നത് നല്ലതായിട്ട് ചെയ്തിട്ട് പോയി. ജയറാം ബോറായിരുന്നു സത്യം പറഞ്ഞാൽ. പൂജ ഹെഗ്ഡെ ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു പുള്ളിക്കാരത്തി. പക്ഷേ ഇതിലെ മെയിൻ വില്ലനായിട്ട് ചെയ്തത് എനിക്കറിയില്ല, അതൊക്കെ വെറുതെ ഓക്കെയാണ്. ഇത് കഥയൊക്കെ വളരെ ബോറാട്ടോ. ഇത് നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാം ഇവരെന്താ കാണിക്കാൻ പോകണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് കാണിച്ചു വച്ചിരിക്കുന്ന ഒരു മോശമായതുകൊണ്ടാണ് സത്യം ഈ സിനിമ ഒട്ടും വർക്കാവാത്തത്. ബോക്സ് ഓഫീസിൽ വർക്കാവാത്തതിൽ യാതൊരു അത്ഭുതവും ഇല്ല. കാരണം ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത റൈറ്റിങ്ങും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പോക്കുമാണ് ഈ സിനിമ മുഴുവൻ.
അങ്ങനെയുള്ള സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ആർക്കും കണക്റ്റ് ആകാൻ പോകുന്നില്ല. സാധാരണക്കാർക്കാണെങ്കിലും വെറൈറ്റി നോക്കി പോകുന്നത് ഇപ്പോൾ എന്നെ പോലെ എനിക്ക് വെറൈറ്റി സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഇത് വെറൈറ്റി ഒക്കെ തന്നെ പുള്ളി ഒരു എന്താ ട്രൈ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കംപ്ലീറ്റ്ലി പാളിപ്പോയി. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ 2 സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴത്തൂടെ, കാരണം ഇത് ഓൾറെഡി OTT വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ തിയേറ്ററിലാണ് കണ്ടത്, തിയേറ്ററിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ OTTയിലാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളെന്നാൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പം നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.